ഗുഡ് മോർണിംഗ് എല്ലാവർക്കും NIOS ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 7 വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ ചാപ്റ്റർ 8 ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. എ കേസ് ഓഫ് സസ്പിഷൻ എന്ന് പറഞ്ഞാൽ സംശയത്തിൻ്റെ ഒരു കേസിന് എന്നാണ് പറയുന്നത്. സ്റ്റോറിയാണ് കേട്ടോ. ഈ വാലസ് എഴുതിയൊരു സ്റ്റോറിയാണ് ചാപ്റ്റർ 8 എ കേസ് ഓഫ് സസ്പിഷൻ. അപ്പോൾ നമുക്ക് സമ്മറിയിലേക്ക് പോവാം. The suspense story, A Case of Suspicion, is written by E. Wallace. In this story, E. Wallace picturizes a doctor named Dr. Benson falsely suspects a good man Evans of stealing his watch. അതായത് ഒരു സസ്പെൻസ് നിറഞ്ഞ സ്റ്റോറിയാണ് എ കേസ് ഓഫ് സസ്പിഷൻ എന്ന് പറയുന്നത്. റിട്ടേൺ ചെയ്തിരിക്കുന്നത് ഇ വാലസ് ആണ്. ഈ സ്റ്റോറിയിൽ എന്താണ് പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്? ഒരു ഡോക്ടർ, പേര് ഡോക്ടർ ബെൻസൺ, ഫാൾസിലി അബദ്ധവശാൽ സംശയിക്കപ്പെടുകയാണ്. ആരെയാണ് സംശയിക്കുന്നത്? ഒരു നല്ലൊരു മനുഷ്യനായ ഇവാൻസിനെ സംശയിക്കുന്നു. എന്തിൻ്റെ പേരിൽ? അദ്ദേഹത്തിൻ്റെ വാച്ച് അതായത് ഇവാൻസ് നമ്മുടെ ഡോക്ടറുടെ വാച്ച് മോഷ്ടിച്ചു എന്ന പേരിൽ സംശയിക്കപ്പെടുന്നതാണ് ഈ കഥയുടെ തീം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. One day, doctor received a call from one of his clients, Mr. Ortsorley, in the middle of the night. Ortsorley's wife was in labor pain and was soon going to deliver a boy. The doctor headed to Mrs. Ortsorley's house. അതായത് ഒരു ദിവസം അർദ്ധരാത്രിയിൽ നമ്മുടെ ഡോക്ടർക്ക് ഒരു കോൾ വരികയാണ്. അദ്ദേഹത്തിൻ്റെ ക്ലയൻ്റായ മിസ്റ്റർ ഓട്സോർലിയുടെ ആയിരുന്നു ആ കോള്. അപ്പോൾ അതിലെന്താണ്? ഈ ഓട്സോർലിയുടെ വൈഫിന് ലേബർ പെയിൻ വന്നിരിക്കുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് വരണം, കാരണം അവർ ഡെലിവറി ടൈം ആയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ നമ്മൾ ഡോക്ടർ എന്ത് ചെയ്യുന്നു? ഡോക്ടർ ബെൻസൺ അദ്ദേഹത്തിൻ്റെ വാഹനം എടുത്ത് അല്ലെങ്കിൽ കാർ എടുത്ത് പോരുകയാണ്. എങ്ങോട്ട്? നമ്മുടെ മിസ്റ്റർ ഓട്സോർലിയുടെ വീട്ടിലേക്ക്. It was a windy and cold night, and on his way he met a stranger who was walking with some difficulty. He drove his car next to him and offered a lift. He got into the car and the doctor was too happy to have some company. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഈ അർദ്ധരാത്രി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല കാറ്റും തണുപ്പുമുള്ള ഒരു രാത്രിയായിരുന്നു അത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്ത് കാണുകയാണ്? ഒരു സ്ട്രേഞ്ചറെ, ഒരു അപരിചിതനെ കണ്ടുമുട്ടുകയാണ്. വഴിയിലോരത്ത് അദ്ദേഹം നടക്കുന്നത് കാണുകയാണ് രാത്രി. അപ്പോൾ ഇദ്ദേഹം ഒരു ഡിഫിക്കൽറ്റി മാനാണ്, അതായത് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു മനുഷ്യനും കൂടിയായിരുന്നു ഈ സ്ട്രേഞ്ചർ. അപ്പോൾ നമ്മൾ ഡോക്ടർ എന്ത് ചെയ്തു? കാർ നിർത്തിയ ശേഷം ഒരു ലിഫ്റ്റ് ഓഫർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഇദ്ദേഹം കാറിൽ കയറുമ്പോൾ കാരണം ഈ രാത്രി അദ്ദേഹം ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാണ്. അപ്പോൾ ഒരു ആളെ കമ്പനിക്ക് കിട്ടിയപ്പോൾ നമ്മുടെ ഡോക്ടർക്ക് സന്തോഷമാവുകയും ചെയ്തു. After sitting down, they both introduced themselves. The stranger told his name as Evans and said he had served in ambulance on Italian front. He was a truck driver but had been sacked a month ago. അപ്പോൾ സ്ട്രേഞ്ചറും ഡോക്ടറും തമ്മിൽ പരസ്പരം പരിചയപ്പെടുകയാണ്. അതിനുശേഷം അദ്ദേഹം ഇരുന്ന ശേഷം അപ്പോൾ നമ്മൾ സ്ട്രേഞ്ചർ പറയുന്ന അദ്ദേഹം ഒരു ഇറ്റാലിയനിൽ ആംബുലൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതേപോലെ അദ്ദേഹം ഒരു ട്രക്ക് ഡ്രൈവറാണ്. പക്ഷെ ഇപ്പോൾ ഒരു മാസത്തിന് മുന്നേ അദ്ദേഹത്തെ അവിടുന്ന് പുറത്താക്കിയെന്നാണ് പറയുന്നത്. He was on his way to look for a job. Then the stranger asked him for a cigarette. The doctor gave him one. The stranger then asked for another one for later use. അതായത് അപ്പോൾ ഈ ഒരു മാസം അദ്ദേഹം ഇപ്പോഴെന്ത് ചെയ്യുകയാണ്? ഒരു ജോലി അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണെന്നാണ് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം നമ്മുടെ ഡോക്ടറോട് സിഗരറ്റ് ചോദിക്കുകയാണ്. തണുപ്പുള്ള ദിവസമാണല്ലോ, രാത്രിയാണല്ലോ. അപ്പോൾ ഒരു സിഗരറ്റ് ചോദിച്ചപ്പോൾ അദ്ദേഹം ഡോക്ടർ കൊടുത്തു. ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുത്തു. അപ്പോൾ അതിനുശേഷം സ്ട്രേഞ്ചർ എന്ത് ചെയ്യാണ്? ഒരു സിഗരറ്റ് കൂടി ചോദിച്ചു. അപ്പോൾ അതെന്തിനാണ്? ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം, അതായത് അദ്ദേഹം ഇപ്പോൾ യൂസ് ചെയ്യുന്ന സിഗരറ്റ് ലേറ്റർ അതിനുശേഷം ഉപയോഗിക്കാൻ ഒരു സിഗരറ്റ് കൂടി തരുമോ എന്ന് ചോദിക്കുകയാണ്. He took out one without waiting for the doctor's reply, and after taking out the cigarette, he put the packet back in the doctor's pocket. അപ്പം ഇദ്ദേഹം ചോദിച്ച സമയത്തിൽ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഡോക്ടറുടെ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് പാക്ക് എടുക്കുകയും അതിൽ നിന്ന് സിഗരറ്റ് എടുത്തിട്ട് തൻ്റെ കയ്യിൽ വെക്കുകയും എന്നിട്ട് സിഗരറ്റ് പാക്ക് തിരിച്ച് ഡോക്ടറുടെ പോക്കറ്റിൽ വെക്കുകയും ചെയ്തു. The doctor was rather surprised and irritated with the stranger's behavior. Dr. Benson thought that Evans had robbed him of his watch when the latter put the cigarette back into doctor's pocket. അപ്പോൾ ഡോക്ടർക്ക് ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം പെട്ടെന്ന് കണ്ടപ്പോൾ ആകെ സർപ്രൈസും ഇറിറ്റേഷനുമായി, അതായത് ദേഷ്യം പോലെയായി. കാരണം അദ്ദേഹത്തോട് ചോദിക്കാതെ, സ്ട്രേഞ്ചറാണ്, ചോദിക്കാതെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ സിഗരറ്റ് എടുക്കുകയും തിരിച്ചു വെക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ആകെ ഇറിറ്റേഷൻ ആവുകയും അതേപോലെ ഡോക്ടർ ഒന്ന് സംശയിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ വാച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ സിഗരറ്റ് പാക്ക് എടുത്തപ്പോൾ തൻ്റെ വാച്ച് എടുത്തോന്ന് അദ്ദേഹം സംശയിക്കുകയും ചെയ്യുന്നു. The appearance of Evans added
to his suspicions that Evans was a thief. When the doctor threatened Evans to put the watch back, the latter took out a watch from his own pocket and put into the doctor's. അപ്പോൾ അദ്ദേഹം ഡോക്ടർ സംശയിക്കുകയാണ്. കാരണം ഈ അർദ്ധരാത്രി ഒരാൾ നടന്നു പോകുന്നു, ജോലിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഈ ഇവാൻ എന്ന് പറയുന്ന മനുഷ്യൻ ചിലപ്പോൾ ഒരു കള്ളനായിരിക്കാം എന്ന് ഡോക്ടർ സംശയിക്കുകയും അതിനുശേഷം ഡോക്ടർ എന്ത് പറയുന്നു, ഇവാനെ ഭീഷണിപ്പെടുത്തുകയാണ്, ത്രട്ടൻ ചെയ്യുകയാണ്. എന്തിന്? എൻ്റെ വാച്ച് മര്യാദയ്ക്ക് എൻ്റെ പോക്കറ്റിൽ എനിക്ക് തന്നോ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ പോലീസിനെ ഏൽപ്പിക്കുന്നോ അങ്ങനെ പറഞ്ഞതോ ത്രട്ടൻ ചെയ്യുന്നു. അപ്പോഴോ ദ ലാറ്റർ ടുക്ക് ഔട്ട് എ വാച്ച് ഫ്രം ഹിസ് ഓൺ പോക്കറ്റ് ആൻഡ് പുട്ട് ഇൻ. അതിനുശേഷം ഇങ്ങനെ ത്രട്ടൻ ചെയ്തപ്പോൾ എന്ത് ചെയ്തു ഇവാൻ? അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന വാച്ച് എടുത്തിട്ട് ഡോക്ടർ പോക്കറ്റിലേക്ക് വെച്ചു. ദ ഡോക്ടർ ഓപ്പൺഡ് ദ ഡോർ ആൻഡ് ഫോഴ്സ്ഡ് ദ മാൻ ഔട്ട് ഓഫ് ദ കാർ. അപ്പോൾ അദ്ദേഹം ഈ വാച്ച് വെച്ച സമയം കൊണ്ട് തന്നെ ഡോക്ടർ എന്ത് ചെയ്തു? ഡോർ തുറന്നിട്ട് അദ്ദേഹത്തോട് പുറത്തിറങ്ങാൻ പോകാൻ പറഞ്ഞു. After Dr. Benson reached Mr. Oates' house, he told Oates that someone tried to rob his watch. അതായത് ഓട്സോളിയുടെ വീട്ടിലെത്തിയ ശേഷം ഓടിനോട് പറയുകയാണ്, എൻ്റെ വാച്ച് ഒരാൾ മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന് ഡോക്ടർ പറയുകയാണ്. Suddenly he remembered that he had to record the time of delivery. He stared strangely at the watch in his hand. He found a crack on it and realized that the watch belongs to Mr. Evans himself. പെട്ടെന്ന് അദ്ദേഹം ഓർക്കണം, കാരണം ഡെലിവറിയുടെ ടൈം നോക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം വാച്ചിലേക്ക് നോക്കുന്ന ടൈമിൽ അദ്ദേഹം അതിലൊരു ക്രാക്ക്, ഒരു പൊട്ട് കാണുകയാണ്. അപ്പം അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കുകയാണ് അത് ഇവാൻ്റെ വാച്ചാണ്, ഡോക്ടർ വാച്ചല്ല. അപ്പം ഇവാൻ എന്ത് ചെയ്തു? തൻ്റെ സ്വന്തം വാച്ച് എടുത്തിട്ടാണ് ആർക്ക് കൊടുത്തത്? ഡോക്ടർക്ക് കൊടുത്തത്. അതായത് ഇവാൻ ഡോക്ടറുടെ വാച്ച് എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം അത് എന്ന് കണ്ടിട്ട് നമ്മുടെ ഡോക്ടർക്ക് മനസ്സിലായി അദ്ദേഹം ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായി. ഇതാണ് സ്റ്റോറി. മനസ്സിലാക്കുക. ഡോക്ടർ ബെൻസൺ, ഇവാൻ, ഡോക്ടർ ബെൻസൺ മിസ്റ്റർ ഓട്സോളിയുടെ വീട്ടിലേക്ക് പോകുന്നു. വൈഫിന് ഡെലിവറി പെയിൻ ആയതിനു കൊണ്ട് അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ഇവാനെ സ്ട്രേഞ്ചറായിട്ട് കണ്ടുമുട്ടുന്നു. അദ്ദേഹത്തിന് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹം കാറിൽ കയറുന്നു, സിഗരറ്റ് ചോദിക്കുന്നു. ഇദ്ദേഹത്തിന് അനുവാദമില്ലാതെ ഒരു സിഗരറ്റ് കൂടി എടുക്കുന്നു. ഇത് കണ്ടപ്പോൾ നമ്മുടെ ഡോക്ടർക്ക് സംശയം തോന്നുന്നു, വാച്ച് ഇയാൾ എടുത്തിട്ടുണ്ടോയെന്ന്. ഇയാളെ ഭീഷണിപ്പെടുത്തുന്നു. ഇവാൻ വാച്ച് കൊടുക്കുന്നു. അങ്ങനെ ഇദ്ദേഹത്തെ പുറത്താക്കുന്നു. ഇവാനെ കാറിൽ നിന്ന് പുറത്താക്കി ഓട്സോളിയുടെ വീട്ടിലെത്തുന്നു. വീട്ടിലെത്തിയ ശേഷം ഇദ്ദേഹം സമയം നോക്കാൻ വാച്ച് എടുത്തപ്പോൾ മനസ്സിലാക്കുന്നു എന്ത്? നമ്മുടെ ഇവാൻ ഇദ്ദേഹത്തിൻ്റെ വാച്ച് മോഷ്ടിച്ചിട്ടില്ല എന്ന്. ഇതാണ് നമ്മുടെ സ്റ്റോറി എ കേസ് ഓഫ് സസ്പിഷൻ എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഹൂ ഈസ് സസ്പീഷ്യസ് ഓഫ് ഹൂം? ആരാണ് സസ്പീഷ്യസ്? ആരെയാണ് സംശയിക്കുന്നതാണ് ചോദ്യം. നമുക്കറിയാം ഡോക്ടർ ബെൻസൺ ഓഫ് ഇവാൻസ്. ഇവാൻസിനെ ആര് സംശയിക്കുന്നു? ഡോക്ടർ ബെൻസൺ സംശയിക്കുന്നു. വാട്ട് മെയ്ഡ് ദ ഡോക്ടർ റിയലൈസ് ദാറ്റ് ഹി വാസ് നോട്ട് എ തീഫ്? എന്തുകൊണ്ടാണ് ഡോക്ടർ റിയലൈസ് ചെയ്തത് നമ്മുടെ ഇവാൻ ഒരു തീഫല്ല എന്ന്? When Dr. Benson took out the watch at Mr. Solly's farmhouse, he found that the watch did not belong to him. Its stop was broken and there was some inscription on it. He discovered that the watch was a gift from the nurse to Mr. Evans saved the lives of nurses by showing person bravely. അതായത് ഡോക്ടർ ബെൻസൺ മനസ്സിലാക്കിയത് എങ്ങനെയാണ് ഇത് ഇവാൻ്റെ സ്വന്തം വാച്ചല്ല എന്നുള്ളത്? എന്താണ്? അദ്ദേഹം മിസ്റ്റർ സോർലിയുടെ വീട്ടിലെത്തിയ ശേഷം അദ്ദേഹം സമയം നോക്കാൻ എടുത്തപ്പോൾ അതിൻ്റെ ആ വാച്ചിൻ്റെ ടോപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ അതിലൊരു ഇൻസ്ക്രിപ്ഷൻ, അതായത് എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് മിസ്റ്റർ ഇവാൻ ഒരു നേഴ്സിൻ്റെ ജീവൻ രക്ഷിച്ചതിന് പകരമായി ഗിഫ്റ്റ് കിട്ടിയ വാച്ചാണ് അതെന്നാണ് നമ്മുടെ ഡോക്ടർക്ക് മനസ്സിലായി. വാട്ട് ഇൻഫർമേഷൻ ഡിഡ് ദ ഇൻസ്ക്രിപ്ഷൻ ഗീവ് അബൌട്ട് ഇവാൻസ്? അതായത് ഇൻസ്ക്രിപ്ഷൻ ആ വാച്ചിൽ എഴുതിയത് വായിച്ചിട്ട് ഇവാനെ കുറിച്ച് എന്ത് ഇൻഫർമേഷനാണ് കിട്ടിയതെന്നാണ് ചോദ്യം. ആൻസർ എന്താണ്? ഹി വാസ് ആക്ച്വലി ബീയിങ് ട്രൂത്ത്ഫുൾ. അദ്ദേഹം ശരിക്കും എന്താണ്? സത്യസന്ധനായിട്ടുള്ളൊരു മനുഷ്യനാണ്. വൈ ഡിഡ് ദ ഡോക്ടർ ടേൺസ് ഇവാൻസ് ഔട്ട് ഓഫ് ദിസ് കാർ? എന്തുകൊണ്ടാണ് അദ്ദേഹം ഇവാനെ കാറിൽ നിന്ന് പുറത്താക്കിയത്? ആൻസർ എന്താണ്? ഹി ബിലീവ്ഡ് ഇവാൻ ഹാഡ് സ്റ്റോളൻ ദ വാച്ച്. ഇവാൻ ഇദ്ദേഹത്തിൻ്റെ വാച്ച് മോഷ്ടിച്ചു എന്ന് ഇദ്ദേഹം വിശ്വസിച്ചു. വാട്ട് വാസ് ഇവാൻസ് റിയാക്ഷൻ? വാട്ട് ഡിഡ് ഹി ഡു? ഇവാൻസിൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു? പെട്ടെന്ന് ഡോക്ടർ അത് ചോദിച്ചപ്പോൾ ഇവാൻസിൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു? അദ്ദേഹം എന്താണ് ചെയ്തത്? സർപ്രൈസ്ഡ്. ആൻസർ സർപ്രൈസ് ആയി പോകുന്നു. ഡോക്ടർ എന്താ പോയി ചെയ്യുന്നതെന്ന് സർപ്രൈസ് ആവുകയും ആഫ്റ്റർ ദാറ്റ് റിട്ടേൺ ദ വാച്ച് തിരിച്ചു കൊടുക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി. ഓർത്ത് വയ്ക്കുക. സമ്മറി, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ചാപ്റ്റർ 9 നമുക്ക് കാണാം.
താങ്ക് യു. ബൈ.